ഹലോ ഗെയ്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ ഒരുപാട് നാളായിട്ട് എടുക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഇതാണ് ഞാൻ സാധാരണയായിട്ട് യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇടാറുള്ള എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഇതിൻ്റെ ബാക്കി സൈഡ് ഇതേ ഈ ഒരു കോലത്തിലാണ് ഇരിക്കുന്നത്. ഇതെൻ്റെ ഇപ്പോഴത്തെ വീടാണ് കേട്ടോ. പുതിയ വീടല്ല, പഴയ വീട് തന്നെയാണ്. അപ്പം ഈ വീട്ടിലൊരു ആണി അടിക്കാൻ പോലും ഈ വീട്ടിൽ പറ്റില്ല, അത്രയും ദയനീയമായ വീടാണിത്. അപ്പോൾ കണ്ടില്ലേ, ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒന്ന് എനിക്ക് മേക്ക് ഓവർ ചെയ്തെടുക്കണം. തമ്മിൽ കണ്ടിട്ടുള്ളവർക്ക് ഏകദേശം പിടിയിട്ട് കാണും. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് മാറ്റിയെടുക്കണം. ആദ്യം തന്നെ ഞാൻ എൻ്റെ ആ ഒരു സൈഡ് എല്ലാം ഒന്ന് പൊളിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ടേബിളിലുള്ളത് ഞാൻ കളയുന്നില്ല, അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഞാൻ ഇവിടെ വേറൊരു ടേബിളാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ പരിപാടി ഹോൾ അടയ്ക്കുക എന്നുള്ളതായിരുന്നു. ഈ ഹോൾ അടച്ചത് ഞാനാണെങ്കിലും ബാക്കി ഇനി അങ്ങോട്ടേക്കുള്ള കുറേ പരിപാടി എൻ്റെ ചേട്ടനാണ് ചെയ്തു തന്നെ. ഇതിപ്പം ഞങ്ങൾ അടിച്ചിരിക്കുന്നത് പുട്ടിയാണ്. പുട്ടി അടിച്ച് കുറച്ചായപ്പോഴത്തേക്കും പുട്ടി തീർന്നു പോയി. പിന്നെ ഞാൻ വീണ്ടും പോയി വാങ്ങിയിട്ട് വന്നു. അങ്ങനെ ദേ ഫുള്ളും പുട്ടി അടിച്ചെടുത്തിട്ടുണ്ട്. പുട്ടി അടിച്ച് ഞങ്ങളൊരു വൈറ്റ് പെയിന്റ് ആണ് ഇതിൽ അടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം അതുകൂടി അടിച്ച് ദേ ഈ ഒരു രൂപത്തിൽ എടുത്തിട്ടുണ്ട്. ഇപ്പം ഈ കാണുന്നത് പുട്ടി അടിച്ചിട്ടുള്ളതാണ് കേട്ടോ. പുട്ടി അത്ര അടിച്ചപ്പോൾ വീണ്ടും തീർന്നു. ഏകദേശം ഒരു 6 കവറെങ്കിലും ഞാൻ പുട്ടി വാങ്ങിയിട്ടുണ്ട്. പെയിന്റ് അടിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ടേബിളിലൊന്ന് ഈ ഒരു വൈറ്റ് ഷീറ്റ് വിരിക്കാന്നാണ് കരുതിയത്. ഇത് ഈ വൈറ്റ് ഷീറ്റ് ഞാൻ മീഷോയിൽ നിന്നായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദേ അതൊന്ന് ഞാൻ ഇതിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോയിൽ ഞാനത് കാണിക്കുന്നില്ല, കാരണം കുറേ പാടുപെട്ടാണ് ഞാനത് ഒട്ടിച്ചെടുത്തത്. നിങ്ങൾക്ക് അറിയായിരിക്കും, മിക്ക വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെങ്കിലും ഈ ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ചെയ്യുന്നവർക്കാണെങ്കിലും അറിയായിരിക്കും ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്ന എന്തുമാത്രം പാടുള്ള പരിപാടിയാണെന്ന്. അതുമാത്രമല്ല, എൻ്റെ ഈ ടേബിളിൽ ഒരുമാതിരി ഒരു ഡിസൈൻ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ എയർ കയറിയിട്ട് കുറേ ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനതിനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇത് ഞാൻ വൈറ്റ് പെയിൻ്റ് ഒക്കെ അടിച്ച് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ മുകളിൽ കാണുന്നത് ഞങ്ങളുടെ മെയിൻ സ്വിച്ച് ആണ് ഈ വീടിൻ്റെ. പക്ഷെ അതിപ്പോൾ ഉപയോഗിക്കുന്നില്ല, ഞങ്ങൾ വേറെ സെപ്പറേറ്റ് കറണ്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും ഒന്നില്ലെങ്കിൽ അവിടെ നിന്ന് അഴിച്ച് മാറ്റും, അല്ലെങ്കിൽ ഞാൻ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ ഇതാണ് ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ പിന്നീട് ഇത് എന്തായാലും ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ ഒരു ലുക്കിലാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത പരിപാടി ഫോം ബോർഡ് ഒട്ടിക്കുക എന്നുള്ളതായിരുന്നു. ഈ ഫോം ബോർഡ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം. അടുത്ത പരിപാടി ബാക്കിയുള്ളതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ഓർഗനൈസർ ഞാൻ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് അതിലേക്ക് തന്നെ കയറ്റി വെച്ചതാണ് കേട്ടോ. ഇനി അതും കൂടി കയറ്റി വയ്ക്കുന്ന വീഡിയോസ് കാണിച്ച് നിങ്ങൾ വെറുപ്പിക്കേണ്ടെന്ന് കരുതി. അപ്പോൾ ഈ ഒരു ഓർഗനൈസറിന് ഞാനൊരു 200 രൂപയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഓർഗനൈസർ എനിക്ക് എന്തുകൊണ്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു മേക്ക് ഓവറിന് വേണ്ടി. അപ്പം ഞാൻ അതൊന്ന് സൈഡിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതവിടെ അറേഞ്ച് ചെയ്യാനും കാരണമുണ്ട്. അത് ഞാൻ ഷോർട്സിൽ ഞാൻ ഈ ഒരു പെഗ് ബോർഡ് ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ അറിയാൻ പറ്റും എന്തുകൊണ്ട് ഞാനതവിടെ വെച്ചു എന്നുള്ള കാര്യം. അടുത്തത് ഈ ഒരു ഓർഗനൈസറാണ്. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷോർട്സിൽ എന്തായാലും അപ്ലോഡ് ചെയ്യാം. ഇതിൽ അപ്ലോഡ് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് കരുതി അപ്പോൾ ഇത് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ മൊത്തത്തിലൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ വീണ്ടും ഇത് അറേഞ്ച് ചെയ്ത് വെക്കുന്ന പോലെ ഒരു വീഡിയോ എടുക്കുന്നത്. എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അത് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഓരോരോ സാധനങ്ങൾ വെക്കാം. ഇത് നമ്മൾ യൂട്യൂബ് ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബോക്സ് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഇതേപോലത്തെ ഇരിക്കുന്ന വേറൊരു ബോക്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും ഇതിൻ്റെ മുകളിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കി കുറേ ഐറ്റംസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ വെച്ച് ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. സത്യം പറയാലോ, ഇത്ര അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതിലും കുറച്ച് ചേഞ്ചൊക്കെ എനിക്ക് വരുത്തണം എന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കുന്ന വരെ അറിയില്ല. ഞാൻ അതിന് ശേഷമാണ് അത് അൺബോക്സ് ചെയ്യുന്നത്. അതിന് ശേഷം അവൾ എന്തൊക്കെയാണ് ഗിഫ്റ്റ് തന്നിട്ടുള്ളതെന്ന് നോക്കിയിട്ട് അപ്പോൾ അത് ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ടാണ് ഞാൻ ഈ ബോക്സിന് ഈ ഓർഗനൈസറിൻ്റെ മുകളിൽ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട്. ഇതിൻ്റെ സൈഡിൽ പോസ്റ്റേഴ്സ് ഒട്ടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല. ഞാൻ അത് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ കൂടി എന്തായാലും വെക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ഇൻസ്റ്റയിലും കൂടി വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് ഇൻസ്റ്റയിലും കൂടി ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.